നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്തിനാ ഇപ്പൊ മാഡത്തിനോട് വഴക്കടിക്കുന്നത്? ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രസ്സാ ഇത് ഇവിടെ എടുത്തു. അപ്പൊ ഞാൻ എന്താ മിണ്ടാതിരിക്കണോ? ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കും. അതിനെനിക്ക് ആരുടെ അനുവാദം വേണ്ട. മാഡത്തിന് എന്തിനാ ഈ ഡ്രസ്? നമസ്കാരം. പറഞ്ഞോ സാർ. നമസ്കാരം. വരൂ. കാത്തുനിന്ന് മുഷ്ണിയോ? ഏയ് ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ. ആ ഋതുമോളെ സുഖമല്ലേ? ആന്റി, മോളിന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് വന്ന ഉടനെ സാരി സെലക്ട് ചെയ്തോളായിരുന്നോ, അതോ സെലക്ട് ചെയ്തോ? അത് ശരിയല്ലല്ലോ. നിങ്ങളും കൂടി വന്നിട്ട് സെലക്ട് ചെയ്യുന്നതാ അതിന്റെ ശരി. എങ്കിൽ പിന്നെ സമയം പാഴാക്കണ്ട, വരൂ. ആ വാ. സാരിയൊക്കെ എന്തിനാ? നോക്ക്, ഇത് അടിപൊളി. നിനക്ക് നന്നായിട്ട് ചേരും. അതെ അതെ, ഇപ്പൊ നല്ല ലുക്കായിട്ടുണ്ട്. താങ്ക് യു. മാഡം, മാഡം എങ്ങോട്ടാ പോകുന്നത്? എന്താ? അല്ല, എല്ലാവരും അങ്ങോട്ടല്ലേ പോകുന്നത്. മാഡം എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് ഒരു നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യണം, ലേറ്റസ്റ്റ് മോഡൽ. അയ്യോ, മാഡത്തിന് വേണ്ടിയല്ലേ അവര് ഡ്രസ് സെലക്ട് ചെയ്യുന്നത്? അവര് സാരിയെ നോക്കുന്നേ, അത് എനിക്കല്ല രാജു. ഈശ്വര, അവര് മാഡത്തിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിട്ട് സാരി സെലക്ട് ചെയ്യുന്നെന്ന് അറിയുമ്പോ മാഡം എങ്ങനെ റിയാക്ട് ചെയ്യുന്നോ? നോക്ക്, നിന്റെ ആള് രാജു. ഒന്ന് പോടി. രാജു എന്തിനാ ഇവിടെ വരുന്നേ? അതോ ലേഡി സെക്ഷനില്? ശരി, ഞാൻ പറയുന്ന വിശ്വസിക്കണ്ട. നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഇപ്പൊ വിശ്വാസമായല്ലോ. അയ്യോ, രാജു എന്താ ഇവിടെ? ഒരു കാര്യം ചെയ്യാം, രാജുവിനെ കൊണ്ടേ എന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യിപ്പിക്കാം. രാജുവിന് ഇഷ്ടപ്പെടുന്ന വാങ്ങാം. ഞാൻ അതേ വാങ്ങുന്നുള്ളൂ. ദാ ഇത് പിടിച്ചേ. പിന്നെ നിങ്ങൾ രണ്ടാൾ ഇവിടെ നിന്നാ മതി കേട്ടോ. ഇതിനിടയ്ക്ക് രാജു എവിടെ പോയി? രാജു എന്താ മായാവിയോ? കൊള്ളാലോ. കൊള്ളാലോ, ഇതിങ്ങ് തന്നെ. എനിക്ക് വേണം. ഓ, നീയോ? അതെ, ഞാൻ തന്നെ. എന്തേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ വിട്ടേ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതാ. എന്തോ? ഞാനിതിവിടെ മാറ്റി വെച്ചിരുന്ന. നീ വേറെ എടുത്തോ, ഇത് ഞാൻ തരില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? ഇത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതാ. എങ്കിലേ ഞാൻ തന്നെ ഇത് വാങ്ങും. വിട്, വിടാനാ പറഞ്ഞത്. നീ വിട്. നിനക്ക് എന്താ വേറെ ഡ്രസ് എടുത്താല്? ആഹാ, അത് നിനക്കും ആവാലോ. മോള് വാങ്ങുന്നതേ എനിക്കൊന്ന് കാണണം. ഇത് വിടട്ടെ. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ഇത് ഞാൻ നിനക്ക് തരില്ല. എനിക്കും അതന്നെ പറയാനുള്ളേ. ആകാശം ഇടിഞ്ഞു വീണാലും ഇനി അഥവാ ഭൂമി പിളർന്ന് താഴെ പോയാലും ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രശ്നമില്ല. എന്നാ നമുക്കതൊന്ന് കാണാം. വിടാനാ പറഞ്ഞേ. നോക്ക്, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും. ആ കൊള്ളാലോ. ഞാൻ നോക്കട്ടെ. വേണ്ട. സർ, സർ, ഋതിക മാഡത്തിന് സാർ ഒരു സാരി സെലക്ട് ചെയ്യൂ. മാഡത്തിനത് വലിയ സന്തോഷാവും. അത് ശരിയാ പറഞ്ഞേ. മകൾക്ക് വേണ്ടി അച്ഛനാ സെലക്ട് ചെയ്യേണ്ടത്. നല്ലൊരു പയ്യനെ അച്ഛൻ കണ്ടെത്തിയതുപോലെ. പരമു, അതല്ല, എനിക്ക് സാരികളൊന്നും സെലക്ട് ചെയ്ത് അത്ര ശീലമില്ല. അച്ഛൻ മകൾക്ക് എന്തു വാങ്ങിയാലും അതവൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും.
പ്ലീസ് ഓർമ്മേ ഒരെണ്ണം സെലക്ട് ചെയ്യേ. എൻഗേജ്മെന്റിന് മോൾ നല്ല സുന്ദരിയായി ഒരുങ്ങി നിൽക്കട്ടെ. ആ അതെ സർ. അല്ല മണവാട്ടി എവിടെ? ഞാൻ കൂട്ടിക്കൊണ്ടുവരാം ആ സർ. ചെല്. ആ. ആ ഓർമ്മേ വാ. നീ ഇനി എത്രയൊക്കെ നിർബന്ധിച്ചാലും ശരി ഇത് ഞാൻ നിനക്ക് തരില്ല. എന്താ ഇവിടെ? അല്ല നീ എന്താ ഇവിടെ? അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചാ വന്നതല്ലേ? ഞാൻ വിളിച്ചപ്പോ സാറിന് വലിയ പാടായിരുന്നല്ലോ. നീ എന്തിനാ ഇപ്പൊ മാഡത്തിനോട് വഴക്കടിക്കുന്ന? ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രസ്സാ ഇത് ഇവിടെ എടുത്തു. അപ്പൊ ഞാൻ എന്താ മിണ്ടാതിരിക്കണോ? ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കും. അതിന് എനിക്ക് ആരുടെ അനുവാദം വേണ്ട. മാഡത്തിന് എന്തിനാ ഈ ഡ്രസ്? ദേ അവിടെ മാഡത്തിന് വേണ്ടി സാരി സെലക്ട് ചെയ്യുന്നുണ്ട്. മാഡം വാ. രാജു എന്തീ പറയുന്നേ? ബർത്ത്ഡേക്ക് ആരെങ്കിലും സാരി ഉടുക്കോ? അതല്ല മാഡം, ഇതൊന്നും കൊള്ളില്ല. മാഡത്തിന് ഇതൊന്നും ചേരില്ല. ഇല്ല രാജു, എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് വേണം. ഞാനാ ഇത് ആദ്യം സെലക്ട് ചെയ്തത്. ഇത് മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. മാഡം അവിടെ സാറ് മാഡത്തിന് വേണ്ടി നല്ല അടിപൊളി സാരി നോക്കുന്നുണ്ട്. എന്ത്? എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി സാരി സെലക്ട് ചെയ്യുന്നോ? ആ രമ്യ, നിനക്ക് ഞാൻ വേറെ ഡ്രസ് സെലക്ട് ചെയ്ത് തരാം. സത്യം? സത്യം. എന്നാ വാ. നീ പോയി നോക്ക്, അപ്പോഴത്തേക്കും ഞാൻ എത്താം. പെട്ടെന്ന് വരുമോ? വാ. ആ മോളെ, മോളുടെ അച്ഛനാ മോൾക്ക് വേണ്ടി സാരി സെലക്ട് ചെയ്തത്. മോളെ ഇഷ്ടപ്പെട്ടു നോക്ക്. ഒരു നിമിഷം ശ്രീയില്ലേ, അത് അച്ഛൻ തന്നെ മോൾക്ക് നേരിട്ട് കൊടുക്കട്ടെ. എന്താ പുറമെ ആലോചിക്കുന്നത്? അതല്ലേ അതിന്റെ ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.